അല്ല, നമ്മുടെ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലൊക്കെ ആശംസകൾ കൈമാറുന്നതും അതുപോലെ തന്നെ മധുരം പങ്കുവയ്ക്കുന്നതും വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് മാത്രം കാണണം എന്നുള്ള അഭിപ്രായമാണുള്ളത്. അതിനെ രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ CPIയുടെ അഭിപ്രായം. അല്ല, സുനി വ്യക്തിപരമായ കാര്യമായിട്ടേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ, അല്ലാതെ പാർട്ടി അങ്ങനെ ഒരു നിലപാട് എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. മേയർ ഇപ്പോൾ ഈ തലസ്ഥാനത്ത് മാറണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം ആവശ്യപ്പെടുന്നുണ്ടോ ഈ വിഷയത്തിൽ? അല്ല, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മേയർ എടുത്ത ചില നിലപാടുകളിൽ CPIക്ക് കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു. ആ വിയോജിപ്പ് ഞങ്ങൾ മേയറോട് പറഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ പരസ്യമായി മാധ്യമങ്ങളോടും പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ സുരേഷ് ഗോപിയെ കണ്ടുകൊണ്ട് ഒരു നിലപാടുകൾ എടുക്കേണ്ടതായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് തിരുത്തി LDF പിന്തുണയ്ക്കുന്ന മേയർ എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അല്ല, ഇപ്പോൾ തീരുമാനം മാറ്റേണ്ട സാഹചര്യമില്ല. അതിൻ്റെ ശേഷം എത്രയോ ഞങ്ങൾ നിരവധിയായിട്ടുള്ള ചർച്ചകളും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇടതുപക്ഷം ശക്തമായി തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭരണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അല്ല, അങ്ങനെ വ്യക്തിപരമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അതൊന്നും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായി തന്നെ എടുക്കണം എന്ന് തന്നെയാണ് CPIയുടെ നിലപാട്. CPI ആ നിലപാടുകളൊക്കെ സ്വീകരിച്ചത് അങ്ങനെയാണ്, രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളിലൂടെയാണ്. അല്ലാതെ വൈകാരികമായും വ്യക്തിപരമായും ഇത്തരം പ്രശ്നങ്ങൾ എടുക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. K. സുരേന്ദ്രൻ അന്തേക്കാട്ട് സുനിൽകുമാറിന്റെ വീട്ടിലും സുനിൽകുമാർ കോഴിക്കോട് ഉള്ളേരിയിലെ വീട്ടിലും സന്ദർശനം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭവന സന്ദർശനം ഒരു രാഷ്ട്രീയം കാണേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അല്ല, എനിക്ക് തോന്നുന്നത് അതൊക്കെ സാധാരണ രീതിയിൽ ഉണ്ടാവുമല്ലോ. അത് വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലും സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പരസ്പരം കാണുകയും സൗഹൃദം പങ്കുവയ്ക്കുന്നതൊക്കെ അത് ഈ ജനാധിപത്യ വ്യവസ്ഥയിലുള്ള കാര്യമല്ലേ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സഹജമായ കാര്യങ്ങളല്ലേ. അതിലൊന്നും എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് ഒരു വിവാദമാക്കേണ്ട കാര്യമില്ല. അതവിടെ വെച്ച് അത് ആൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അത് വിവാദമാക്കേണ്ട കാര്യത്തിൽ അല്ല, ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ സാഹചര്യത്തിൽ നിരവധിയായിട്ടുള്ള ചർച്ചകളിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകൾക്ക് അനുസൃതമായിട്ടാണ് ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭരണം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് വേറെ പ്രശ്നങ്ങൾ ഇപ്പം ഇല്ല.